നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ രണ്ടാമത്തെ കളിയാണ് ഈ സീസണിലെ IPL. അപ്പുറത്തുള്ളത് പഞ്ചാബ് കിങ്സിൻ്റെ രണ്ടാമത്തെ കളിയാണ്. ഒരു വ്യത്യാസമുള്ളത്, ചെന്നൈ ആദ്യത്തെ കളി തോറ്റു, പഞ്ചാബ് ജയിക്കുകയും ചെയ്തു. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. ചെന്നൈ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റു, പഞ്ചാബ് ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു. അപ്പോൾ ആധികാരികമായിട്ട് തന്നെയാണ് പഞ്ചാബ് വരുന്നത്. ചെന്നൈക്ക് ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. അവർ ധോണി പരിക്ക് കാരണം ഇന്നും കളിക്കില്ല. സഞ്ജു ആദ്യത്തെ കളിയിൽ തീരെ മോശമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് നിർണായകമാണ്. അവരുടെ ഹോം മാച്ചാണ്, ചെപ്പോക്കിലാണ് കളി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജൊക്കെ ഉണ്ട്. പക്ഷേ ക്രിക്കറ്റിൽ അങ്ങനെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെന്നേ. ഇപ്പൊന്നും അങ്ങനെയൊന്നുമില്ല. എവിടെയും കളിക്കും, എവിടെയും ജയിക്കും. ഇന്ത്യയിൽ തന്നെയല്ലേ. പഞ്ചാബ് കിങ്സ് തീർച്ചയായിട്ടും അവരുടെ ശക്തി കൂപ്പർ കൊണോലിയിലൂടെ അത് വ്യക്തമാക്കിയതാണ്. അയാൾ എന്തൊരു ഗംഭീര ഇന്നിങ്സാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. വളരെ പാകതയും ആക്രമണോത്സുകതയും മിക്സ് ചെയ്തിട്ടുള്ള റൈറ്റ് മിക്സിൽ അയാൾ 72 റണ്ണ് എടുത്ത് പുറത്താതെ നിന്നു ആ കളിയിൽ. അപ്പോൾ അവരുടെ സെറ്റാണ്, അവരുടെ ഒരു ബാറ്റിംഗ്. ഇപ്പോൾ അതിൽ ഓപ്പണേഴ്സ് അതിൽ പ്രഭ് സിമ്രാൻ നന്നായിട്ടാണ് കളിച്ചത്. പ്രിയാൻ ഷാരിയാണ് മോശമായത്. അത് ആദ്യത്തെ കളിയല്ലേ. ഈ കളിയിലൊക്കെ വ്യത്യാസം വരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അവർ മൊത്തത്തിൽ ശ്രേയസ് അയ്യരുണ്ട്, അവർക്ക് നല്ല ടീമുണ്ട്. ഈ IPL ഏറ്റവും മികച്ച ടീം അവരാണെന്നും കിരീട സാധ്യത ഉള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീം അവരാണെന്നും ക്രിക്കറ്റ് വിദഗ്ധർ വളരെ വ്യക്തമായിട്ട് ആദ്യം മുതൽ പറയുന്നുണ്ട്. അവർക്ക് വാലറ്റത്ത് മാർക്കോ യാൻസൺ ഉണ്ട്, ഒരു ഓൾറൗണ്ടർ എന്നുള്ളതിൽ മാർക്കോ യാൻസനൊക്കെ ഇതുണ്ട്. പിന്നെ ഇനി അഞ്ചാമത് വരുന്ന മാർക്കസ് സ്റ്റോയിനിസ് ഉണ്ട്, ഓസ്ട്രേലിയയുടെ. അയാൾ ഓൾറൗണ്ടറാണ്. അപ്പോൾ എല്ലാം കൊണ്ട് സന്തുലിതമാണ് അവരുടെ ടീം. പക്ഷെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അത് പറയാറായിട്ടില്ല. അങ്ങനെ അവരുടെ ബാറ്റിങ്ങിലൊക്കെ വലിയ പ്രതിസന്ധികൾ. സഞ്ജു കളിച്ചിട്ടില്ല, ആയുഷ് മാത്രമേ കളിച്ചിട്ടില്ല, ശിവൻ ദുബെ കളിച്ചിട്ടില്ല. ഇവരൊക്കെ മെച്ചപ്പെട്ട് കളിക്കണം. ധോണി ഇല്ല എന്ന് പറയുമ്പോൾ അത് ബാറ്റിങ്ങിന് മാത്രമല്ല, ടീമിനെ ഒന്നാകെ ബാധിക്കും. ഇപ്പോൾ രവീന്ദ്ര ജഡേജ ഒരു നല്ല ഉഗ്രൻ ലെഫ്റ്റ് ആം സ്പിന്നർ അവർ ഇത്തവണ ഇല്ല, രാജസ്ഥാൻ റോയൽസിലേക്ക് പോയി ജഡേജ. അതൊക്കെ അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അപ്പം ചെന്നൈ എങ്ങനെ കളിക്കുന്നു, സഞ്ജു എങ്ങനെ കളിക്കുന്നു എന്നെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ മികച്ച കളി കളിക്കണം. പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കണമെങ്കിൽ മികച്ച കളി, 100% മികച്ച കളി കളിച്ചാൽ മാത്രമേ ചെന്നൈക്ക് പഞ്ചാബിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഈ IPL മികച്ച ടീം പഞ്ചാബ് തന്നെയാണ്. അത് അവർ ആദ്യ കളിയിൽ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അത്രയും പ്രഷറിൽ വന്നിട്ടും പിന്നെ കൂപ്പർ കൊണോലി കളിച്ച കളി, അതിൽ തന്നെ അവരുടെ മാനസികാവസ്ഥ വ്യക്തമാണ്. എത്ര പാകതയോടെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ തീർച്ചയായിട്ടും പഞ്ചാബ് കിങ്സിന് എഡ്ജുണ്ട്, മുൻതൂക്കമുണ്ട്, അത് വ്യക്തമായി തന്നെ പറയാം. പക്ഷേ ചെന്നൈ ക്രിക്കറ്റിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈ ഗംഭീരമായി തിരിച്ചു വരുമെന്നും അവരുടെ ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ സഞ്ജു സാംസൺ അതിഗംഭീര ഒരു ഇന്നിങ്സ് കളിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്നൈയുടെ ഒരു തിരിച്ചുവരവ് വന്നും കൂടി ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഏകപക്ഷീയമായി പോവും, പഞ്ചാബിൻ്റെ ഏകപക്ഷീയമായി പോവും. അപ്പോൾ ചെന്നൈ തിരിച്ചു വന്നാൽ ഒരു ഗംഭീര പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം.